അടുത്ത തവണ എന്തായാലും നമുക്ക് ലാലേട്ടന്റെ പടത്തിന് തന്നെ പോവാം. ഉറപ്പാണോ? അടുത്ത തവണ നേരത്തെ ലാലേട്ടന്റെ പടത്തിന് ടിക്കറ്റ് എടുത്ത് വെക്കാൻ നമുക്ക് കടയിലെ സലിയോട് പറയാം. വാക്ക് മാറ്റില്ലല്ലോ? ഇല്ലെന്നേ. എങ്കിൽ ഞാൻ പിണക്ക് മാറ്റാം. അത് മതി. സാർ ഓർഡർ എന്താ വേണ്ടെന്ന് വെച്ചാ പറഞ്ഞോ. അധികം മസാല ദോശയല്ലേ? അപ്പോ 5 മസാല ദോശ. 5 മസാല ദോശ. ഓക്കെ. അതെ, മസാല ദോശന്റെ കൂടെ ഒരു ഊത്തപ്പം, ഒരു പൊടി ദോശ, ഒരു നെയ് റോസ്റ്റ്. എന്താടി ഇത്? ഞാനൊന്ന് പറയട്ടെ. തീർന്നില്ലേ? ഇല്ല, ഒരു ക്യാരറ്റ് ദോശ ഇവിടെ. ഓക്കെ. എന്താണ് അവിടെ? എന്താണ് പ്രശ്നം? എന്താ മുതലാളി? ഇവന്മാരാ സാർ പ്രശ്നം. ഇങ്ങോട്ട് പോണം. ഇവന്മാരെ കൊണ്ടുപോയി അകത്തിട്ട് പൂട്ടു സാറേ. എന്നിട്ട് ജയിലിടിഞ്ഞാലും പുറത്തിറങ്ങാൻ പറ്റാത്ത കേസുകളൊക്കെ ചേർത്ത് കൊടുക്ക. മുതലാളിക്ക് എന്തെങ്കിലും? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷേ അതെ, ഇനിയുമാര് പുറം ലോകം കാണരുത്. ഞാൻ നോക്കിക്കോളാം. ഞാൻ കൊണ്ടുപോയിക്കുമാര്. വണ്ടിയെടുക്ക്. ശരി അച്ഛാ. ഏട്ടാ, ഏട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഒരു കുഴപ്പമില്ല മോളെ. ഏട്ടാ, അമ്മാവന് നകുലേട്ടന് വേണ്ടിട്ടല്ലേ ഈ അടയെല്ലാം ഉണ്ടാക്കിയത്? എന്നിട്ട് അവര് വേഗം സ്ഥലം വിട്ടല്ലോ. ഒരു നന്ദി പോലും പറഞ്ഞില്ല. എന്താ ഇത്? നിങ്ങൾ എല്ലാരും കൂടെ അമ്മാവനെ വെറുതെ കുറ്റപ്പെടുത്താൻ നിൽക്കണ്ട. അവര് വളഞ്ഞിട്ട് ആക്രമിക്കാൻ നിന്നപ്പോ ജീവനും കൈപ്പിടിച്ചല്ലേ ആ പാവം അവിടെ നിന്ന്. ആ പേടി ഇപ്പോഴും മാറിയിട്ടുണ്ടാവില്ല. എന്തായാലും അവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചല്ലോ. അത് മതി. വാ, നമുക്ക് പോവാം. വാ. ഏത് ഗണത്തിലടി ഇവൻ വിശ്വജിത്തിന്റെ സഹോദരനാവുന്നത്? വിശ്വജിത്തിന് ഒരേ ഒരു സഹോദരനേ ഉള്ളൂ, അത് ഇന്ദ്രജിത്താണ്. എന്റെ മകന്റെ മക്കളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടുള്ളത് ഇവർ രണ്ടുപേരെ. അല്ലാതെ ഇവന്റെ അമ്മ മരിച്ചപ്പോ എന്റെ മോൻ കെട്ടിയെഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് നിന്നെയും അതിൽ അവനുണ്ടായ ഈ സർപ്പസന്തതിയെയും ഈ കുടുംബത്തിലെ അംഗങ്ങളായി ഞാനോ ഇവരോ കണ്ടിട്ടില്ല. അത് നിനക്കറിയാലോ. പിന്നെ എന്തിനാ നീ ബന്ധവും പറഞ്ഞ് ഇവിടെ നിൽക്കുന്നത്? എന്നെയും മോനെ അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിൽ ഞങ്ങളെ രണ്ടാളെ ഇവിടുന്ന് ഇറക്കി വിടാൻ എത്ര കാലമായി ഞാൻ പറയുന്നു. നിങ്ങൾ ഞങ്ങളെ ഇറക്കി വിട്. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ആ ബുദ്ധി കൈ തന്നെ വെച്ചാ മതി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടാ നിങ്ങക്ക് കേസിന് പോവാലോ. എന്നിട്ട് ഞങ്ങളെ നിങ്ങൾക്ക് ഇവിടുന്ന് കുടിയൊഴിപ്പിക്കാലോ. ചാകാ നേരെ ഈ കുടുംബത്തിന്റെ സ്വത്തുക്കൾ മുഴുവനും അച്ഛൻ ഇവന്റെ പേരിൽ എഴുതി വെച്ചതല്ലേ ഞങ്ങൾക്ക് വിനയായത്. അതുകൊണ്ടല്ലേ നിങ്ങളെ കൊല്ലാനും വയ്യ വളർത്താനും വയ്യ എന്ന സ്ഥിതി ഞങ്ങൾക്കായത്. വിശ്വ മതി, നിർത്ത്. പാടിയ പാട്ട് തന്നെ വീണ്ടും വീണ്ടും പാടണ്ട. നിന്നോടൊരു കാര്യം പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇന്ദ്രനൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്, അത് ഭംഗിയായിട്ട് നടത്തണം.
അതിനെന്തെങ്കിലും ഒരു തടസ്സമാകാൻ നീയോ നിന്റെ മോനോ വന്നേക്കരുത്. വന്ന അമ്മേ, മോള് ചെയ്യല്ലേ? മോളെ, മോൾ ഇനി പ്രാക്ടീസ് ചെയ്യേണ്ടത് MBBS പഠിച്ചൊന്നുമല്ല. ഒരു മരുമകളായിട്ട് ചെന്ന് കേറുമ്പോ ആ വീട്ടിൽ ചെയ്യേണ്ട കാര്യങ്ങളാ. കുടുംബവും കുട്ടികളൊക്കെ ആയി കഴിയുമ്പോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉത്തരവാദിത്തങ്ങളും കൂടും. അതെന്തൊക്കെയാണെന്ന് നീ അമ്മയോട് ചോദിക്കും. അമ്മ മോക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരും. ആ